IPLന്റെ പുതിയ സീസണിലേക്കുള്ള ഷെഡ്യൂൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് എൽ ക്ലാസിക്കോ പോരിൽ ആര് ജയിക്കുമെന്നതാണ്. മാർച്ച് 22-ന് തുടങ്ങുന്ന ടൂർണമെന്റിന്റെ അടുത്ത ദിവസം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള എൽ ക്ലാസിക്കോ നടക്കാനിരിക്കുകയാണ്. മാർച്ച് 23-ന് രാത്രി 7:30-ന് ചെന്നൈയിലെ ചെപ്പോക്കിലാണ് 5 തവണ വീതം ചാമ്പ്യന്മാരായ CSKയും MIയും പോരടിക്കുന്നത്. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരം കൂടിയാണ് ഇതെന്നതിനാൽ ജയത്തോടെ തന്നെ തുടങ്ങാൻ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഈ കളിയിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ CSK ഹർദിക് പാണ്ഡ്യയുടെ MIയെ വീഴ്ത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെന്നൈ സൂപ്പർ കിങ്സുമായി ആദ്യ എൽ ക്ലാസിക്കോയിൽ ഇറങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് കാണാം. പല തിരിച്ചടികളും അവരെ തളർത്തിയിട്ടുണ്ട്. അതിനാൽ ഒട്ടും ആത്മവിശ്വാസത്തോടെ ആയിരിക്കില്ല മുംബൈ ടീം ചെപ്പോക്കിലെത്തുക. മുംബൈയുടെ ആദ്യത്തെ തിരിച്ചടി നായകനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യയുടെ സേവനം ഈ മത്സരത്തിൽ ലഭിക്കില്ല എന്നതാണ്. വിലക്കിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ കളിയിൽ പുറത്തിരിക്കേണ്ടി വരുന്നത്. പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും മുംബൈ ടീമിനെ നയിച്ചേക്കുക. കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള അവസാന കളിയിൽ കുറഞ്ഞ ഓവർ നിരക്ക് കാരണം ഹർദിക്കിന് 30 ലക്ഷം രൂപ പിഴയും ഒരു കളിയിൽ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. സീസണിൽ മുംബൈക്ക് തുടർന്ന് മത്സരങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വിലക്ക് പുതിയ സീസണിലേക്ക് നീളുകയും ചെയ്തു. നിർഭാഗ്യവശാൽ CSKയുമായുള്ള വമ്പൻ പോരാട്ടമാണ് മുംബൈ ആദ്യം കളിക്കുകയും ചെയ്യുന്നത്. ഹർദിക്കിന് ഈ മത്സരം ബെഞ്ചിലിരുന്ന് കാണേണ്ടതായി വരും. ഹർദിക്കിന്റെ മാത്രമല്ല സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെയും സേവനം ഈ മത്സരത്തിൽ മുംബൈക്ക് ലഭിച്ചേക്കില്ല. പരിക്കേറ്റ് വിശ്രമിക്കുന്ന അദ്ദേഹം അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. IPLലെ ആദ്യ മത്സരങ്ങളിൽ ബുംറ കളിക്കുമോ എന്നതും ഇനിയും ഉറപ്പായിട്ടില്ല. ഹർദിക്കിനൊപ്പം ബുംറ ഇല്ലെങ്കിൽ മുംബൈ ശരിക്കും കുഴപ്പത്തിലാവുമെന്ന് ഉറപ്പാണ്. ഇവരെ കൂടാതെ പുതുതായി ലേലത്തിലേക്ക് ടീമിലേക്ക് എത്തിയ അഫ്ഗാനിസ്ഥാന്റെ പുതിയ സ്പിൻ സെൻസേഷൻ അല്ല ഗസൻഫറും പരിക്കേറ്റ് പുറത്തിരിക്കുകയാണ്. ചെപ്പോക്കിലെ സ്പിൻ പിച്ചിൽ മുംബൈയുടെ തുറുപ്പുചീട്ടാവാൻ താരത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ പരിക്ക് ഗസൻഫറിന്റെ IPL മോഹങ്ങൾ തകർത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ അടക്കം ടീമിലെ ചില നിർണായക താരങ്ങളെ നഷ്ടമാവുമെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കണക്കുകളെടുത്താൽ അത് മുംബൈ ഇന്ത്യൻസിന് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട്. കാരണം ചരിത്രമെടുത്താൽ CSKക്കെതിരെ മുൻതൂക്കം ഇപ്പോഴും മുംബൈക്ക് തന്നെയാണ്. ടൂർണമെന്റിൽ 37 തവണയാണ് മുംബൈയും ചെന്നൈയും മുഖാമുഖം വന്നത്. ഇവയിൽ 20 മത്സരങ്ങളിൽ മുംബൈ ജയിച്ചപ്പോൾ CSKക്ക് ജയിക്കാനായത് 17 കളികളാണ്. ഉയർന്ന സ്കോറുകൾ എടുത്താൽ അവിടെയും മുംബൈയാണ് മുന്നിൽ. CSKക്കെതിരെ മുംബൈ 219 റൺസ് എടുത്തപ്പോൾ തിരിച്ച് CSKയുടെ ഉയർന്ന ടോട്ടൽ 218 റൺസാണ്. എന്നാൽ അവസാനം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും മുംബൈയെ മലർത്തിയടിക്കാൻ ചെന്നൈക്കായിരുന്നു. 2022-നു ശേഷം CSKയെ തോൽപ്പിക്കാൻ മുംബൈക്കായിട്ടില്ല.